ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചോറ് വെച്ചിട്ട് നമുക്ക് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല മുരുമുരാന്ന് ഇരിക്കുന്ന ഒരു വടയുടെ റെസിപ്പിയാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ആണ് ഈ ഒരു വട ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടോ, നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു വടയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇത്രത്തോളം ചോറ് എടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറായിരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് നമ്മളിതാ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചോറ് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്താൽ അത്രയും നല്ലതാ. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാണ്ട് അരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ആദ്യം ഒന്ന് കറക്കട്ടെ, എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനത് അരച്ചെടുക്കുന്ന സമയത്ത് എനിക്കൊന്ന് വെള്ളം ചേർക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പം ഞാനൊരു 3 ടീസ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെള്ളം ഒട്ടും ചേർക്കാണ്ട് അരച്ച് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ എടുത്ത ഈ ഒരു മിക്സിയുടെ ജാറിൽ എനിക്ക് വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ റവയുടെ അളവ് ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ റവയുടെ അളവ് ഇത്രത്തോളം മതിയാകും കേട്ടോ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് റവ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് അരിപ്പൊടിയാണ്. നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്കിതാ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വെള്ളം ചേർത്തിട്ടാണെങ്കിൽ ചിലപ്പം കുറച്ചൊക്കെ മാറ്റം വരും കേട്ടോ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ കുറച്ച് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 നുള്ളി ചെറിയ ജീരകം, അതുപോലെ തന്നെ 3 പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, 2 സവാള, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് പൊടിയായിട്ട് അരിയട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതാ ഇനി നമുക്ക് അതെല്ലാം ഈ ഒരു മാവിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് തന്നെ മാക്സിമം അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ അതെല്ലാം നമ്മൾ ആ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു വട കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർക്കുകയാണെങ്കിൽ ഒരു 5-6 മണിയൊക്കെ ആയിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ആ ഒരു പൊടിയും ഒക്കെ എല്ലായിടത്തും എത്തണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ റവയും അതുപോലെ അരിപ്പൊടി ചേർത്ത് ഒന്ന് ക്രിസ്പിനെസ് ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. റവ ചേർത്തതിൻ്റെ പേരിൽ ആ റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ ഇതൊക്കെ നമുക്ക് ആ റവ ചേർത്തതുകൊണ്ട് തന്നെ അതൊന്ന് വലിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാനൊരു 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇനി ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇതിലിനി ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചോറാണ്, അതിൻ്റെ പേരിൽ തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ കൈ മുക്കിയതിൻ്റെ ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു മാവ് എടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഇതൊരു ലൂസായിട്ടുള്ളൊരു മാവാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം നനവിൽ കിടന്നിട്ട് വേണം നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ അത് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയിട്ട് ആ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഹോളിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനിത് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം മാത്രമായി നമ്മളിതുപോലെ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയിട്ട് അതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വട പോലെ ആക്കി എണ്ണയിൽ ഇടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നെങ്കിൽ, കാരണം നമ്മൾ കട്ടിയുള്ള ഒരു മാവല്ല അത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഒന്നിച്ച് എടുത്തിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുമല്ലോ നമ്മൾ, അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കോരിയാലും മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് ഇട്ടത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട്
ഏറ്റവും മീഡിയം ഫ്ലെയിം നിങ്ങൾക്ക് കൂടുതലാണ്, ഫ്ലെയിം ഓവറായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഗ്യാസിന് വെച്ചെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടണം, പുറമേ മാത്രം ക്രിസ്പി ആയിട്ട് പോരാട്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ സാവധാനം നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനം നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ ഓരോ ഭാഗം ആവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയിൽ ഇട്ട അപ്പം തന്നെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് പോയി തൊടാനൊന്നും പോകരുത്, അതൊന്ന് ചൂടായിട്ട് വന്ന ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാൻ പോവാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. നമ്മുടെ ഗ്യാസ് ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അടുത്തതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാൻ അത്യാവശ്യം വലിയൊരു പീസ് തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം കേട്ടോ. പിന്നെ ഈ സവാളൊക്കെ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിയാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാം പ്രാവശ്യം ഇട്ട് കൊടുത്തതും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ചോറ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വട ഇതാ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഫീൽ ചെയ്യുന്നത് വെച്ചെങ്കിൽ അരിപ്പൊടി ഓരോ ടേബിൾ സ്പൂണോ ടീസ്പൂണോ വെച്ചിട്ടേ ചേർക്കാവുള്ളൂ. അതുപോലെ റവ പിന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അരിപ്പൊടി ചേർത്താൽ മതി. കണ്ടോ, നല്ല മൊരിഞ്ഞിട്ട് കണ്ടല്ലോ, നല്ല മൊരിഞ്ഞിട്ടുള്ള വടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുമാണ്, പുറമേ നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു വടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മൾ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ല. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഉൾഭാഗം എത്ര സോഫ്റ്റ് ആയിട്ടാണെന്നുള്ളത്. ഒരിക്കലും നമ്മുടെ ഈ ഒരു പലഹാരം എണ്ണ കുടിക്കൂല, അതുപോലെ തന്നെ ഉൾഭാഗം വേവാതെ അങ്ങനെ ഒന്നുമല്ല, നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിത്തിരി ചോറെങ്കിലും ബാക്കിയുണ്ടെന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന ഒരു വട തന്നെയാണ്. അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക. കണ്ടോ, ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വടയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ചെയ്ത് നോക്കിയിട്ടും നമുക്കതിൻ്റെ പേഴ്സണലായിട്ടും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇഡലി വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.